Today we discuss some problems related to vapor compression refrigeration systems. Here is the first problem. A vapor compression refrigeration system uses methyl chloride R40 as refrigerant and operates between temperature limits of minus 10 degrees Celsius and 45 degrees Celsius. Here the condenser temperature is 45 degrees Celsius and evaporator temperature is minus 10 degrees Celsius. ഇപ്പോൾ കണ്ടൻസറിൽ വേപ്പർ ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടെമ്പറേച്ചറാണ് 45 ഡിഗ്രി സെൽഷ്യസ്. ഇവാപ്പറേറ്ററിലെ ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടെമ്പറേച്ചറാണ് minus 10 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് എൻട്രി ടു ദ കംപ്രസർ ദ റെഫ്രിജറൻറ്റ് ഈസ് ഡ്രൈ സാച്ചുറേറ്റഡ്. സോ കംപ്രസറിൻ്റെ ഇൻലെറ്റിലുള്ള റെഫ്രിജറൻ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. And after compression it acquires a temperature of 60 degrees Celsius. അപ്പോൾ കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ ഡ്രൈ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ എക്സിറ്റിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയിരിക്കും. അപ്പോൾ ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി സെൽഷ്യസ്. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദിസ് സിസ്റ്റം. ഇപ്പോൾ നമുക്ക് ഡേറ്റാസ് തന്നിട്ടുണ്ട്. മൈനസ് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന ഇവാപ്പറേറ്റർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻതാൽപ്പികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൈനസ് 10 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻട്രോപ്പികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൻസർ ടെമ്പറേച്ചറായ 45 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻതാൽപ്പികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ 45 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻട്രോപ്പികളും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം അതിൻ്റെ പി എച്ച് ഡയഗ്രവും ടി എസ് ഡയഗ്രവും നമുക്ക് വരയ്ക്കാം. അപ്പോൾ അതിൽ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. 2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് ആണ്. ഇവിടെ സബ് കൂളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സ്, 2 to 3 എന്ന് പറയുന്നത് കണ്ടൻസേഷൻ പ്രോസസ്സ്, 3 to 4 എന്ന് പറയുന്ന എക്സ്പാൻഷൻ പ്രോസസ്സ് ആൻഡ് 4 to 1 ഈസ് ദ റെഫ്രിജറേഷൻ പ്രോസസ്സ് ഓർ ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ 1ലെയും 2ലെയും എൻട്രോപ്പി ഈക്വലാണ്. അപ്പോൾ നമുക്ക് 1ലെ എൻതാൽപ്പി 1ലെ എൻതാൽപ്പി കണ്ടുപിടിക്കണം, 2ലെ കണ്ടുപിടിക്കണം, 4ലെ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് COP കാൽക്കുലേറ്റ് ചെയ്യാം. 1 എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എൻതാൽപ്പി നമുക്ക് ഡയറക്റ്റ് കിട്ടും. 4ലെ എൻതാൽപ്പിയും 3ലെ എൻതാൽപ്പി ഈക്വലാണ്. 3 എന്ന് പറയുന്ന പോയിൻ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വാല്യൂവും നമുക്ക് ഡയറക്റ്റ് കിട്ടും. പിന്നെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ പോയിൻ്റ് 2ലെയാണ്. ആ പോയിൻ്റ് 2ലെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2 എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2' പ്ലസ് CP ഇൻറ്റു T2 മൈനസ് T2'. ഇനി എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2' എന്ന് പറഞ്ഞാൽ നമ്മളതിനെ H2' എന്ന് വിളിക്കാം, അല്ലെങ്കിൽ HG2' എന്ന് വിളിക്കാം. കാരണം 2'ലെ റെഫ്രിജറൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് വേപ്പറാണ്. ഓക്കെ, നമുക്കിനി ഗിവൺ ഡേറ്റയിലേക്ക് പോകാം. നമുക്ക് T2'ലെയും T3ലെയും ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 45 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ T1ലെയും T4ലെയും ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് മൈനസ് 10 ഡിഗ്രി സെൽഷ്യസ്. ഇനി T2ലെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. T2ലെ ടെമ്പറേച്ചർ ഹയർ ആസ് കമ്പയർഡ് ടു കണ്ടൻസർ ടെമ്പറേച്ചർ. ആ T2ലെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. എല്ലാം നമ്മൾ കെൽവിനിലേക്ക് മാറ്റി. ഇനി നമുക്ക് കണ്ടൻസർ ടെമ്പറേച്ചർ എടുക്കാം 45 ഡിഗ്രി സെൽഷ്യസ്. ആ 45 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പിയാണ് HF, അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ് HG, അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ എൻട്രോപ്പി SF, വേപ്പറിൻ്റെ എൻട്രോപ്പി SG. ഇനി ഈ 45 ഡിഗ്രി സെൽഷ്യസ്, അതായത് 45 ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണെങ്കിൽ T3 ഈക്വൽ ടു T2' ഈക്വൽ ടു 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 2'ലെയും 3ലെയും ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അപ്പോൾ നമുക്ക് ഇനി പോയിൻ്റ് 3യിലെ എൻതാൽപ്പി കാണണം. പോയിൻ്റ് 3 എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. അപ്പോൾ പോയിൻ്റ് 3യിലെ എൻതാൽപ്പി അതിനെ നമുക്ക് H3 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ HF3 എന്ന് വിളിക്കാം. കാരണം 3 സാറ്റുറേറ്റഡ് ലിക്വിഡ് ആയതുകൊണ്ട്. അപ്പോൾ H3യിലെ പോയിൻ്റ് 3യിലെ എൻതാൽപ്പിയായ H3 എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ ആ വാല്യൂ ആണ് H3. കാരണം 3 എന്ന് പറയുന്ന പോയിൻ്റ് അവിടുത്തെ ടെമ്പറേച്ചർ 45 ആണ്. 3യിലെ റെഫ്രിജറൻ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡുമാണ്. സോ H3 എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ ആ വാല്യൂ ആണ്. ഇനി H3 തന്നെയാണ് HF3, അതുതന്നെയാണ് H4. ഇനി നമുക്ക് അപ്പോൾ 3യിലെ എൻതാൽപ്പി കിട്ടി. ഇനി നമുക്ക് 2' ഉണ്ട്. 2' എൻതാൽപ്പിയും 2' എൻട്രോപ്പിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് അല്ല, 2' എൻട്രോപ്പിയും നമുക്ക് വേണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് 2യിലെ എൻതാൽപ്പിയും 2യിലെ എൻട്രോപ്പിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് 2' എൻതാൽപ്പി വേണം. 2' എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചറും 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2' കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ 2' എൻതാൽപ്പി അതിനെ നമുക്ക് H2' എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Hg2' എന്ന് വിളിക്കാം. ആ എൻതാൽപ്പി എന്ന് പറയുന്നത് 45 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് H2' അല്ലെങ്കിൽ Hg2'. അതിന് കാരണം 2' എന്ന് പറയുന്നത് പോയിൻ്റ് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 2' എൻതാൽപ്പി എന്ന് പറയുന്നത് H2' അല്ലെങ്കിൽ Hg2' കറസ്പോണ്ട്സ് ടു ദ എൻതാൽപ്പി ഓഫ് ദ വേപ്പർ അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ്. ദെൻ നമുക്കിനി 3യിലെ എൻട്രോപ്പി നമുക്ക് ആവശ്യമില്ല. 2'ലെ എൻട്രോപ്പി നമുക്ക് വേണം, എങ്കിലേ നമുക്ക് 2യിലെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ 2'ലെ എൻട്രോപ്പിനെ നമുക്ക് S2' എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Sg2' എന്ന് വിളിക്കാം. കാരണം 2' സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ Sg2' വാല്യൂ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ ആ വാല്യൂ ആണ് Sg2'. അപ്പോൾ നമുക്ക് 2'ലെ എൻതാൽപ്പിയും 2'ലെ എൻട്രോപ്പിയും കിട്ടി, 3യിലെ എൻതാൽപ്പിയും കിട്ടി. ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് -10 ഡിഗ്രി സെൽഷ്യസ്. ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചർ -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ -10 ഡിഗ്രി സെൽഷ്യസിലെ ഉള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പി HF നമുക്ക് തന്നിട്ടുണ്ട്, വേപ്പറിൻ്റെ എൻതാൽപ്പി Hg തന്നിട്ടുണ്ട്, ലിക്വിഡിൻ്റെ എൻട്രോപ്പി SF തന്നിട്ടുണ്ട്, അതുപോലെ വേപ്പറിൻ്റെ എൻട്രോപ്പി Sg തന്നിട്ടുണ്ട്. ഇനി ഈ -10 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന പോയിൻ്റ് ഏതാണ്? പോയിൻ്റ് 4ഉം പോയിൻ്റ് 1ഉം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോയിൻ്റ് 4ലെ എൻതാൽപ്പി ഡയറക്റ്റ് കിട്ടും, പോയിൻ്റ് 3യിലെ എൻതാൽപ്പി കണ്ടുപിടിച്ചാൽ അത് നമുക്ക് H3 നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇപ്പോൾ തന്നെ കിട്ടി. കാരണം ആ പോയിൻ്റ് 3യിലെ എൻതാൽപ്പി എന്ന് പറയുന്നത് H3 ആണ്, HF3 ആണ്, അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ H4ലെ വാല്യൂവും കിട്ടി. ഇനി 1ലെ എൻതാൽപ്പി കാണണം. പോയിൻ്റ് 1 എന്ന് പറയുമ്പോൾ അത് സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിൻ്റ് 1ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് H1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Hg1 എന്ന് വിളിക്കാം. കാരണം 1 സാറ്റുറേറ്റഡ് വേപ്പർ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ Hg1 എന്ന് പറഞ്ഞാൽ -10 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പി എത്രയാണോ ആ വാല്യൂ ആണ് Hg1. ഓക്കെ, ഇതുപോലെ പോയിൻ്റ് 1ലെ നമുക്ക് എൻട്രോപ്പിയും കാണാം. നമുക്കതിനെ S1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Sg1 എന്ന് വിളിക്കാം. കാരണം 1 എന്ന് പറയുന്ന പോയിൻ്റ് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ Sg1ലെ വാല്യൂ എന്ന് പറയുന്നത് -10 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ ആ വാല്യൂ ആണ് Sg1. ഓക്കെ, അപ്പോൾ -10 എടുക്കാൻ അപ്പോൾ 1 എന്ന് പറയുന്ന പോയിൻ്റ് അവിടുത്തെ ടെമ്പറേച്ചർ -10 ആയതുകൊണ്ടാണ് -10ലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെ എൻതാൽപ്പികളും എൻട്രോപ്പികളൊക്കെ നമ്മൾ എടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻ്റ് 1 ഡയറക്റ്റ് വേപ്പറാണ്, സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിൻ്റ് 1ലെ എൻതാൽപ്പി എന്ന് പറയുന്നത് -10ലെ വേപ്പറിൻ്റെ എൻതാൽപ്പിയും പോയിൻ്റ് 1ലെ എൻട്രോപ്പി എന്ന് പറയുന്നത് -10ലെ വേപ്പറിൻ്റെ എൻട്രോപ്പിയാണ്.
ഇനി നമുക്ക് കാണേണ്ടത് COP ഓഫ് ദ സിസ്റ്റമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം S1ഉം S2ഉം ഈക്വലാണ്. S1ഉം നമുക്ക് ഇവിടെ S2ഉം ഈക്വലാണ്. അതുപോലെ തന്നെ 1 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് നമുക്കതിന് ഇങ്ങനെ എഴുതാം, S1 = SG1 എന്ന് എഴുതാം. അതുപോലെ H1നെ നമുക്ക് എഴുതാം, H1 = HG1 എന്ന് എഴുതാം. ഇനി S1ഉം S2ഉം ഈക്വലാണ്. ആ S2വിലെ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. 2വിലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 2ലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 2' എൻട്രോപ്പി എന്താണോ അതേ പ്ലസ് CP × ln T2 / T2'. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. S2വിലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ SG2', 2'ലെ എൻട്രോപ്പി എന്താണോ അതാണ് S2' ഓർ SG2' പ്ലസ് CP × ln T2 / T2'. ഇനി ഇതുപോലെ പോയിന്റ് 2വിലെ എൻതാൽപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് H2 = ആ പോയിന്റ് 2വിലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ പോയിന്റ് 2'ലെ എൻതാൽപ്പി പ്ലസ് CP × T2 - T2'. അപ്പോൾ H2 എന്ന് പറഞ്ഞാൽ HG2' അല്ലെങ്കിൽ H2' ഓർ HG2' പ്ലസ് CP × T2 - T2'. ഇനി COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ബൈ വർക്ക് ഡൺ. ഇപ്പോൾ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് H1 - H4 / H2 - H1. നമുക്കതിനെ ഇങ്ങനെ എഴുതാം, H1 അതിനെ HG1 എന്ന് എഴുതാം. അതുപോലെ H4നെ H4 = H3 = HF3 ആയതുകൊണ്ട് അതിനെ HF3 എന്ന് എഴുതാം. അപ്പോൾ HG1 - HF3 / H2 - HG1 എന്ന് എഴുതാം. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. നമുക്ക് S1 പോയിന്റ് 1ലെ എൻട്രോപ്പി നമുക്കറിയാം, പോയിന്റ് 2വിലെ എൻട്രോപ്പി അറിയില്ല. ബട്ട് പോയിന്റ് 1ലെയും 2വിലെയും എൻട്രോപ്പി ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ S1 = S2. ആ S2ൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, SG2' പ്ലസ് CP × ln T2 / T2'. അതിൽ S1ൻ്റെ വാല്യൂ അറിയാം, അപ്പോൾ LHS നമുക്കറിയാം. RHSൽ SG2' നമുക്കറിയാം, CP അറിയത്തില്ല. T2ഉം T2' നമുക്കറിയാം. T2' എന്ന് പറയുന്നത് കണ്ടൻസർ ടെമ്പറേച്ചർ, T2 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഔത്തിൽ നിന്ന് CPയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു, 1.09 എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. ദെൻ ഇനി പോയിന്റ് 2വിലെ എൻതാൽപ്പി കാണണം. H2 എന്ന് പറഞ്ഞാൽ HG2' പ്ലസ് CP × T2 - T2'. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് 500 kJ/kg എന്ന് എൻതാൽപ്പി വാല്യൂ അറ്റ് പോയിന്റ് 2 കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് COP കാണണം. നമുക്കിപ്പോൾ പോയിന്റ് 1ലെ എൻതാൽപ്പി അറിയാം, പോയിന്റ് 2വിലെ എൻതാൽപ്പി അറിയാം, പോയിന്റ് 4ലെ ഓൾറെഡി അറിയാം. കാരണം പോയിന്റ് 4ലെ എൻതാൽപ്പി എന്ന് പറയുന്നത് പോയിന്റ് 3ലെ എൻതാൽപ്പി തന്നെയാണ്. സോ COP = H1 - H4 / H2 - H1. അതിലെല്ലാ വാല്യൂസും നമുക്കറിയാം. സോ COP നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, 8.34. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. എ റെഫ്രിജറേഷൻ സിസ്റ്റം ഓഫ് 10.5 tons കപ്പാസിറ്റി. ഇവിടെ ഉള്ള യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.5 ton കപ്പാസിറ്റിയാണ്. സോ 10.5 TR ആണ് കപ്പാസിറ്റി. At an evaporated temperature of -12 degrees Celsius and condenser temperature of 28 degrees Celsius is needed in a food storage locker. ഇപ്പോൾ ഇവിടെ ഇവാപ്പറേറ്ററിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസും കണ്ടൻസറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28 ഡിഗ്രി സെൽഷ്യസും ആണ്. The refrigerant ammonia is subcooled by 6 degrees Celsius. ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന അമോണിയാണ്. ആ അമോണിയ റെഫ്രിജറൻ്റ് 6 ഡിഗ്രി സെൽഷ്യസ് സബ് കൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സബ് കൂളിങ്ങും പ്രോസസ്സും ഉണ്ട് ബിഫോർ എൻ്ററിങ് ദ എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ എക്സ്പാൻഷൻ വാൽവിലേക്ക് കയറുന്നതിന് മുമ്പ് ആ അമോണിയ റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി സെൽഷ്യസ് സബ് കൂൾ ചെയ്തതിന് ശേഷമാണ് എൻ്റർ ചെയ്യുക. The vapor is 0.95 dry as it leaves the evaporator coil. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിൽ ലീവ് ചെയ്യുമ്പോൾ
അതിൻ്റെ ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.95 ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പോയിൻറ്റ് വണ്ണിലെ റെഫ്രിജറൻറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വെറ്റ് വേപ്പറാണ്. അവിടുത്തെ ഡ്രൈനെസ് ഫ്രാക്ഷനാണ് 0.95 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ദ കംപ്രഷൻ ഇൻ ദ കംപ്രസർ ഈസ് ഐസെൻട്രോപ്പിക്. അപ്പോൾ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് ആണ്. ഇവിടെ ഫൈൻഡ് ദ കണ്ടീഷൻ ഓഫ് വേപ്പർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ. നമുക്കറിയാം കംപ്രസറിൻ്റെ ഇൻലെറ്റ് ഇവിടെ വെറ്റ് വേപ്പറാണ്. അപ്പോൾ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വെറ്റ് വേപ്പർ ആകാം, സാറ്റുറേറ്റഡ് വേപ്പർ ആകാം, സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകാം. സോ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് ചലഞ്ച്. കണ്ടീഷൻ ഓഫ് വേപ്പർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ കണ്ടീഷൻ ഓഫ് വേപ്പർ അറ്റ് എൻട്രൻസ് ടു ദ ഇവാപ്പറേറ്ററിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ 0.4 ആണ് ഇവാപ്പറേറ്ററിൻ്റെ എൻട്രൻസ്. അപ്പോൾ 0.4ലുള്ള റെഫ്രിജറൻറ്റിൻ്റെ ഡ്രൈനെസ് ഫ്രാക്ഷൻ എത്രയാണ് എന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? 0.2ലെ അവസ്ഥ എന്താണ്, കംപ്രസറിൻ്റെ എക്സിറ്റിലെ അവസ്ഥ എന്താണ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന റെഫ്രിജറൻറ്റ്, അതായത് 0.4ലെ ഡ്രൈനെസ് ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ COP ആൻഡ് പവർ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡേറ്റാസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ ബുക്ക് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് അമോണിയ ആയതുകൊണ്ട് തന്നെ അമോണിയയുടെ R717 ആണ് അമോണിയയുടെ ഡേറ്റ ബുക്ക് നമ്മൾ യൂസ് ചെയ്യും. നമുക്കിവിടെ 2 ടെമ്പറേച്ചറുണ്ട്, -12 ഡിഗ്രി സെൽഷ്യസും 28 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിവിടെ ആദ്യം നമ്മൾ ഡേറ്റ ബുക്കിൽ കണ്ടൻസർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ 28 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടും. എന്തൊക്കെ വാല്യൂസ് കിട്ടും? 28 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ, സ്പെസിഫിക് വോളിയം, ലിക്വിഡിൻ്റെ എൻതാൽപ്പി കിട്ടുന്നു, വേപ്പറിൻ്റെ എൻതാൽപ്പി കിട്ടുന്നു, ലിക്വിഡിൻ്റെ എൻട്രോപ്പി കിട്ടുന്നു, വേപ്പറിൻ്റെ എൻട്രോപ്പി കിട്ടുന്നു, ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റും വേപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റും നമുക്ക് കിട്ടുന്നു. സോ എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആകുന്നു. അപ്പോൾ അതാണ് ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എൻതാൽപ്പികളും എൻട്രോപ്പികളും സ്പെസിഫിക് ഹീറ്റും കിട്ടുന്നു. ഇവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ CP കോതൻഡ്രാമിൻ്റെയാണ്. ദെൻ അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ -12 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും നമുക്ക് കിട്ടുന്നു. ആ വാല്യൂസിൽ പ്രഷർ പെടുന്നു, സ്പെസിഫിക് വോളിയം, എൻതാൽപ്പി ഓഫ് ദി ലിക്വിഡ്, ദെൻ എൻതാൽപ്പി ഓഫ് ദ വേപ്പർ, എൻട്രോപ്പി ഓഫ് ദി ലിക്വിഡ്, എൻട്രോപ്പി ഓഫ് ദ വേപ്പർ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ വേപ്പർ. ഈ വാല്യൂസ് എല്ലാം കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം PH ഡയഗ്രോ TS ഡയഗ്രോ ഇപ്പോൾ വരയ്ക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ എന്താണ് എന്ന് നമുക്കറിയില്ല. അതായത് 0.2ലെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയില്ല. അതാദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ വി നോ ദ കംപ്രസർ ഇൻലെറ്റ് ആസ് വെറ്റ് പേപ്പർ. നമുക്ക് കംപ്രസറിൻ്റെ ഇൻലെറ്റ് അല്ലെങ്കിൽ 0.1ലെ ഡ്രൈനെസ് ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 0.95 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് X1. അതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ നമുക്കറിയാം, കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ അറിയില്ല. അത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം 0.1ലെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എൻട്രോപ്പി അറ്റ് 0.1 S1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1. അതിൽ X1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.95. ഇനി നമുക്ക് കിട്ടേണ്ട വാല്യൂസ് SF1ഉം SG1ഉം. അതെങ്ങനെ കിട്ടും? 0.1 എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസ് ആണ് 0.1ലെ ടെമ്പറേച്ചർ. അപ്പോൾ ഈ -12 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് ഈ വാല്യൂ 144.91 എന്ന് പറയുന്നതാണ് ലിക്വിഡിൻ്റെ എൻതാൽപ്പി. ഓക്കെ, അതുപോലെ തന്നെ ഈ -12 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നതാണ് 1447.97.
ഇതുപോലെ തന്നെ -12 ° ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്ന വാല്യൂ ആണ് 0.7947 ആൻഡ് വേപ്പറിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 5.7846. നമുക്കിവിടെ ആവശ്യം SF1 SG1 അപ്പോൾ SF1 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, -12 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻട്രോപ്പി വാല്യൂ എന്താണോ, അതായത് ഈ വാല്യൂ 0.7947 വാല്യൂ, ഇതാണ് SF1 എന്ന് പറയുന്നത്. കണ്ടോ, 0.7947 ഇതാണ് SF1. കാരണം .1 ഇരിക്കുന്നത് -12 ° SF1 എന്ന് പറഞ്ഞാൽ ഈ -12 ° ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ അതിനെയാണ് SF1 കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ SG1, നമുക്കിനി അടുത്തത് SF1 കിട്ടി, SG1 കണ്ടുപിടിക്കണം. അപ്പോൾ -12 ° വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ, ഇതാണ് SG 5.7846. ഈ വാല്യൂ ആണ് നമ്മുടെ SG1. കണ്ടോ, 5.7846 ഇതാണ് നമ്മുടെ SG1. കാരണം 1 എന്ന് പറയുന്ന പോയിന്റ് -12 SG1 എന്ന് പറഞ്ഞാൽ വേപ്പറിൻ്റെ എൻട്രോപ്പിയെ സൂചിപ്പിക്കുന്നു. SFN എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ എൻട്രോപ്പി. വേപ്പറിൻ്റെ എൻട്രോപ്പി, ലിക്വിഡിൻ്റെ എൻട്രോപ്പി അറ്റ് .1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. .1 ഏതാ? -12. സോ അപ്പോൾ നമുക്ക് SF1 SG1 കിട്ടി. X1 നമുക്കറിയാം. നമുക്ക് അങ്ങനെയെങ്കിൽ S1 എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാം. ആ S1 എൻട്രോപ്പി എന്ന് പറയുന്നത് 5.535 kJ/kg കെൽവിനാണ്. അപ്പോൾ .1 എൻട്രോപ്പി കിട്ടി. ഇനി .1 .2 എൻട്രോപ്പി ഈക്വലാണ്, അത് നമുക്കറിയാം. എങ്കിലും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത പോലെ ഒരു അസംഷനാണ്. .2 എന്ന് പറയുന്നത് ഒരു സാറ്റുറേറ്റഡ് വേപ്പറാണ് എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ .2 വരുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിലാണ്. 2 ടെമ്പറേച്ചർ നമുക്കറിയാം. 2 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28 °C ആണ്. കാരണം ഇപ്പോൾ 2 നമ്മൾ അസ്യൂം ചെയ്യുവാണ്, 2 ഇരിക്കുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ 2 ടെമ്പറേച്ചർ 28 °C ആണ്. അങ്ങനെയെങ്കിൽ ആ 2 എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 2 സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിലാണ് എങ്കിൽ 2 എൻട്രോപ്പിനെ നമുക്ക് SG2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ 28 °C കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് ഈ 5.2844. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ S2 എൻട്രോപ്പി വാല്യൂ. അതായത് നമ്മൾ അസ്യൂം ചെയ്യുവാണ് .2 സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിലാണ് എന്ന്. അങ്ങനെ സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിലാണ് എങ്കിൽ .2 വരാൻ സാധ്യതയുള്ള ആ .2 എൻട്രോപ്പി എന്ന് പറയുന്നത് 5.2844 ആണ്. കാരണം .2 അവിടുത്തെ ടെമ്പറേച്ചർ 28 °C ആണ്. .2 സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ അവിടുത്തെ എൻട്രോപ്പി എന്ന് പറയുന്നത് 28 °C കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻട്രോപ്പി ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അസ്യൂം ചെയ്ത വാല്യൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഏത് S1 എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ S1 എൻട്രോപ്പിയും S2 എൻട്രോപ്പിയും ഈക്വലാണ്. അങ്ങനെയെങ്കിൽ ഇത് നമ്മുടെ ആക്ച്വൽ വാല്യൂ ആണ്. ആക്ച്വൽ വാല്യൂ എത്രയാണ്? 5.535. അതേസമയം നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ എന്താണ്? 5.2844. അതായത് അസ്യൂം ചെയ്ത വാല്യൂ 5.2844 എന്നാൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 5.535 ആണ്. ഓക്കെ, അപ്പോൾ ഔത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? ആക്ച്വലി ഉള്ള .2 എൻട്രോപ്പി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂവിനേക്കാളും കൂടുതലാണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, ഈ കംപ്രസറിൻ്റെ എക്സിറ്റിലെ കണ്ടീഷൻ സാറ്റുറേറ്റഡ് റെഫ്രിജറൻ്റ് വേപ്പർ ആയിരുന്നുവെങ്കിൽ ഉണ്ടാകാമായിരുന്ന എൻട്രോപ്പി എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ 5.28. അപ്പം പക്ഷേ ആക്ച്വലി ഉള്ള വാല്യൂ ഈ കാണുന്ന വാല്യൂ ആണ് കംപ്രസറിൻ്റെ എക്സിറ്റിലെ. അപ്പോൾ അതിൽ നമ്മൾ എന്താ മീൻ ചെയ്യേണ്ടത്? കംപ്രസർ എക്സിറ്റിലെ വാല്യൂ, അതിൽ കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് ആണ്. കാരണം എന്താണ്? സാറ്റുറേറ്റഡ് വേപ്പർ ആയിരുന്നെങ്കിലുള്ള എൻട്രോപ്പിനേക്കാളും കൂടിയ എൻട്രോപ്പിയാണ് നമുക്ക് ആക്ച്വലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഉള്ള ഈ 2 എൻട്രോപ്പി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ .2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് ആണ്.
അപ്പോൾ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇഫ് എക്സിറ്റ് ടു ദ കംപ്രസർ ഈസ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ നമ്മൾ അസ്യൂം ചെയ്യൂ, ദെൻ അവിടുത്തെ എൻട്രോപ്പി 5.2844 ആണ്. കാരണം 0.28 ഡിഗ്രി സെൽഷ്യസിലായതുകൊണ്ട്. ബട്ട് ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 5.535 ആണ്. അത് അസ്യൂം ചെയ്ത വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി കണ്ടീഷൻ ഓഫ് ദ റെഫ്രിജറൻറ്റ് എക്സിറ്റ് ടു ദ കംപ്രസർ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പി എച്ച് ഡയഗ്രാം ടി എച്ച് ഡയഗ്രാം വരയ്ക്കാം. 1 എന്ന് പറയുന്ന പോയിന്റ് വെറ്റ് വേപ്പറും 2 എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡും ആണ്. അതുപോലെ തന്നെ ഇവിടെ സബ് കൂളിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്ന പോയിന്റ് സബ് കൂൾഡ് റീജിയനിലായിരിക്കും ഉണ്ടാകുക. 1 to 2 എന്ന് പറയുന്ന കംപ്രഷൻ, 2 to 3 എന്ന് പറയുന്ന കണ്ടൻസേഷൻ പ്രോസസ്സ്, 3 to 4 എക്സ്പാൻഷൻ, 4 to 1 എന്ന് പറയുന്നത് ഇവാപ്പറേഷൻ പ്രോസസ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം 3 എന്ന് പറയുന്ന സബ് കൂളിംഗ് പ്രോസസ്സും ഉണ്ട്. നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എല്ലാ പോയിന്റുകളുടെയും എൻതാൽപ്പിയാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ 2' 3' ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. അത് കണ്ടൻസർ ടെമ്പറേച്ചറാണ് 28 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ 1 4 ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് -12 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതിനെ കെൽവിനിലേക്ക് മാറ്റി. ഇനി എക്സിറ്റ് ടെമ്പറേച്ചർ, കംപ്രസറിൻ്റെ എക്സിറ്റിൽ വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ T3 നമുക്ക് തന്നിട്ടുണ്ട്. ആ T3 എന്ന് പറയുന്നത് 28 - 6 ആണ്. അതിന് കാരണം ഈ ക്വസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, ദ റെഫ്രിജറൻറ്റ് അമോണിയ ഈസ് പോയിന്റ് T3യിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28 - 6 ഡിഗ്രി സെൽഷ്യസ് ആണ്, 22 ഡിഗ്രി സെൽഷ്യസ്. കാരണം പോയിന്റ് 3 എന്ന് പറയുന്നത് നമുക്കറിയാം സബ് കൂൾ ചെയ്തിരിക്കുക. ഈ ക്വസ്റ്റിനിൽ നമുക്ക് പറയുന്നുണ്ട് ദ റെഫ്രിജറൻറ്റ് അമോണിയ ഈസ് സബ് കൂൾഡ് ബൈ 6 ഡിഗ്രി സെൽഷ്യസ്. അതായത് കണ്ടൻസറിൻ്റെ എക്സിറ്റ് അല്ല, സാറ്റുറേറ്റഡ് ആയിട്ടുള്ള വേപ്പറുണ്ട് 3'. ആ 3' നിന്ന് 6 ഡിഗ്രി സെൽഷ്യസും കൂടെ ടെമ്പറേച്ചർ കുറച്ചാണ് 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേർത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ 3' എന്ന് പറയുന്ന ഈ പോയിന്റും 3യും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 6 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറയുന്നത്. മീൻസ് T3' - T3 എന്ന് പറയുന്നത് 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് എഴുതിയിരിക്കുന്നത് T3' - T3 = 6 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് T3യിലെ ടെമ്പറേച്ചർ എങ്ങനെ കിട്ടും? T3യിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3' ടെമ്പറേച്ചർ എന്താണോ അതേ -6 ആയിരിക്കും. കാരണം T3' - T3 = 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയെങ്കിൽ T3യിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3' - 6 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് T3' 28 - 6 22 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ T3യിലെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഇനി പോയിന്റ് 1ലെ ഡ്രൈനസ് ഫ്രാക്ഷൻ 0.95 നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ QL ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. QL ഓർ QA 10.5 TR. അതിനെ നമ്മൾ കിലോ ജൂൾ പെർ മിനിറ്റിലേക്ക് മാറ്റി 10.5 × 210. അപ്പോൾ ഇത്രയും കിലോ ജൂൾ പെർ മിനിറ്റിന് നമുക്ക് കിട്ടി. ഇനി കണ്ടൻസർ ടെമ്പറേച്ചർ എടുക്കുന്നു 28 ഡിഗ്രി സെൽഷ്യസ്. ആ 28 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ 2' 3' ആണ്. ഓക്കെ, അപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പറിൻ്റെ എൻതാൽപ്പി തന്നു, ലിക്വിഡിൻ്റെ എൻട്രോപ്പി വാല്യൂ നമുക്ക് തന്നു, വേപ്പറിൻ്റെ എൻട്രോപ്പി വാല്യൂയും തന്നു. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. അതുപോലെ തന്നെ CP സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ വേപ്പറും സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ലിക്വിഡും നമുക്ക് അവൈലബിൾ ആണ് 28 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി നമുക്ക് 2' 3' ഈ 2 പോയിന്റാണ്. 2'ലെ ടെമ്പറേച്ചറും 28 ആണ്, 3'ലെ ടെമ്പറേച്ചറും 28 ആണ്. 3' എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ 3'ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ H3' എന്ന് പറയാം. അതിനെ നമുക്ക് HF3' എന്ന് പറയാം. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ
28 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ ആ വാല്യൂ തന്നെയാണ് He3 അത് തന്നെയാണ് HF3. ഓക്കെ, ഇനിയുള്ളത് 3 എൻതാൽപ്പി മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2 നമുക്കിനി എൻതാൽപ്പിയും എൻട്രോപ്പിയും വേണം. അപ്പോൾ 2 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ H2 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Hg2 എന്ന് വിളിക്കാം. കാരണം 2 വേപ്പറിൻ്റെ റെഫ്രിജറൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ Hg2 എന്ന് വിളിക്കാം. അപ്പോൾ Hg2 വാല്യൂ എന്ന് പറഞ്ഞാൽ 28 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ ആ വാല്യൂ ആണ് Hg2. ഓക്കെ, അപ്പോൾ 2 എൻതാൽപ്പി കിട്ടി. ഇനി 2 എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 2 എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 2 എൻട്രോപ്പിനെ നമുക്ക് S2 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ Sg2 എന്ന് വിളിക്കാം. കാരണം 2 എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ Sg2 എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 28 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ ആ വാല്യൂ ആണ് Sg2. ഓക്കെ, അപ്പോൾ നമുക്ക് 3 എൻട്രോപ്പി ആവശ്യമില്ല, നമുക്ക് 2 എൻട്രോപ്പി മതി. കാരണം 2 എൻട്രോപ്പി അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് 2 എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് 2 എൻട്രോപ്പി നമ്മൾ എടുക്കുക. ഇനി അതുപോലെ തന്നെ 2 എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് 2 എൻതാൽപ്പി വേണം. അതുകൊണ്ടാണ് Hg2 നമ്മൾ എടുത്തത്. ഓക്കെ, 28 കഴിഞ്ഞു. ഇനി അടുത്തത് -12 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചറിലെ വാല്യൂസ് കാണാം. അപ്പോൾ -12 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 0.4ലെയും 0.1ലെയും ടെമ്പറേച്ചർ -12. ഓക്കെ, ബട്ട് 4ലെ എൻതാൽപ്പി എന്ന് പറയുന്നത് 3ലെ എൻതാൽപ്പിക്ക് തുല്യമാണ്. കാരണം H4ഉം H3യും ഈക്വൽ, അതുകൊണ്ട് 4ൽ നമ്മൾ ഒന്നും കണ്ടുപിടിക്കേണ്ട. പക്ഷേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് 0.4ലെ ഡ്രൈനസ് ഫ്രാക്ഷൻ, അതായത് X4 എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ X4 കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് H4 കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ആ H4 എൻതാൽപ്പി അറ്റ് 4 കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ഇക്വേഷൻ ഉണ്ട്. HF4 പ്ലസ് X4 ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.4 ഇൻറ്റു Hg4 മൈനസ് HF4. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ H4 ഡയറക്റ്റ് കിട്ടും, കാരണം H4ഉം H3യും ഈക്വലാണ്. ഓക്കെ, നമുക്ക് X4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ X4 കണ്ടുപിടിക്കാൻ നമ്മൾ ആരൊക്കെ വേണം? H4നെ നമുക്ക് വേണം, Hg4നെ വേണം. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് X4 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് HF4ഉം Hg4ഉം നമുക്ക് ഡയറക്റ്റ് നോക്കാം. ഈ എൻതാൽപ്പി അറ്റ് 0.4 H4 എന്ന് പറഞ്ഞാൽ HF4, ഇതാണ് HF4 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.4 X4 ഇൻറ്റു Hg4, അതാണ് ഈ വാല്യൂ Hg4 മൈനസ് HF4. അതായത് ഇത്രയേ ഉള്ളൂ. 0.4ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ എന്തുമാത്രം എൻതാൽപ്പി ഉണ്ട്, പ്ലസ് ഈ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ എത്ര പാർട്ടും കൂടെ ഉണ്ട് എന്ന്. കാരണം ഇത്രയും ലേറ്റൻ്റ് ഹീറ്റിൻ്റെ പാർട്ടുണ്ട്. സോ H4ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ HF4ലെ എൻതാൽപ്പി പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.4 ഇൻറ്റു Hg4, അത് ഈ വാല്യൂ Hg4 മൈനസ് HF4. ഓക്കെ, അപ്പോൾ നമുക്ക് HF4ഉം Hg4ഉം വേണം. നമുക്കറിയാം 4 എന്ന് പറയുന്ന പോയിന്റ് -4ലെ ടെമ്പറേച്ചർ -12. അപ്പോൾ HF4 എന്ന് പറഞ്ഞാൽ -12 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് HF4. ഓക്കെ, അപ്പോൾ HF4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -12 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് HF4. കാരണം 0.4ലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ. ഇനി Hg4 കാൽക്കുലേറ്റ് ചെയ്യണം. Hg4 എന്ന് പറഞ്ഞാൽ -12 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് Hg4. കാരണം 0.4ലെ ടെമ്പറേച്ചർ -12 ആയതുകൊണ്ട് തന്നെ Hg4 എന്ന് പറയുന്നത് -12 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് Hg4. അങ്ങനെ 0.4ൽ നമുക്ക് HF4ഉം Hg4ഉം കിട്ടുന്നു.
ഇനി പോയിൻ്റ് 1 ഉണ്ട്. പോയിൻ്റ് 1ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ HF1 പ്ലസ് X1 ഇൻറ്റു HG1 മൈനസ് HF1 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ വേണം, HF1 വേണം, HG1 വേണം. അതും ഈ പോയിൻ്റ് 4ൽ പറഞ്ഞ പോലെയാണ്. എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 എന്ന് പറഞ്ഞാൽ HF1 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 1 X1 ഇൻറ്റു HG1 മൈനസ് HF1. അതായത് പോയിൻ്റ് 1ലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ് ആയിരിക്കുമ്പോഴുള്ള എൻതാൽപ്പി, ലിക്വിഡിൻ്റെ എൻതാൽപ്പി പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ പാർട്ട്, അതായത് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പാർട്ട് കൂടെ ചെയ്താൽ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ H1ൽ നമുക്ക് എന്തൊക്കെ കാണണം? HF1ഉം HG1ഉം കാണണം. HF1 എന്ന് പറയുന്ന ഈ പോയിൻ്റാണ്, ഇത് തന്നെയാണ് HF4ഉം. അപ്പോൾ HF4ഉം HF1ഉം സെയിം ആണ്. ഇനി ഈ പോയിൻ്റാണ് HG1, ഇത് തന്നെയാണ് HG4ഉം. അപ്പോൾ HG1ഉം HG4ഉം സെയിം ആണ്. പിന്നെ നമ്മൾ പോയിൻ്റ് 4 പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞു ആ ഫ്ലൂയിഡിൻ്റെ ആയാലും അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ആയാലും ഗ്യാസിൻ്റെ ആയാലും എൻതാൽപ്പികൾ 4ൻ്റെ ടേംസിൽ പറയും, 1 ആകുമ്പോൾ നമ്മൾ 1ൻ്റെ ടേംസിൽ പറയും. ഓക്കെ, അപ്പോൾ നമുക്കിനി കാണുന്നത് HF1ഉം HG1ഉം. HF1 എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻ്റ് 1ലെ ടെമ്പറേച്ചർ -12 ആയതുകൊണ്ട് തന്നെ -12 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ ആ വാല്യൂ ആയിരിക്കും HF1. ഇനി HF1ഉം HF4ഉം ഈക്വലാണ്. കാരണം 1ലെ ടെമ്പറേച്ചറും 4ലെ ടെമ്പറേച്ചറും -12 ആണ്. ഇനി നമ്മൾ HF1നെയും HF4എന്നും പറയാൻ കാരണം 1 പറയുമ്പോൾ HF1 HG1 എന്ന് പറയും, 4 പറയുമ്പോൾ HF4 HG4 എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് 1 കാൽക്കുലേറ്റ് ചെയ്യാൻ HG1 വേണം. HG1ൽ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? -12 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് HG. ആ വേപ്പറിൻ്റെ എൻതാൽപ്പിയുടെ വാല്യൂ തന്നെയാണ് HG1, അത് തന്നെയാണ് HG4. ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യണം. പോയിൻ്റ് 1ലെ എൻട്രോപ്പി എന്ന് പറയുന്നത് SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1. ഇപ്പം നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 1 വേണം, X1, SF1 കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ SG1ഉം വേണം. അപ്പോൾ SF1ഉം SG1ഉം X1ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രോപ്പി അറ്റ് പോയിൻ്റ് 1 S1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ SF1 എന്ന് പറഞ്ഞാൽ എന്താണ്? SF1 എന്ന് പറഞ്ഞാൽ 1 -12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ -12 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി വാല്യൂ എന്താണോ അതാണ് SF, ഈ വാല്യൂ, ആ വാല്യൂ ആണ് SF1. ഇതുപോലെ -12 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് SG വാല്യൂ, ഈ വാല്യൂ, അതാണ് SG1. ഓക്കെ, കാരണം SF1ഉം SG1 എന്ന് പറയുന്നതും എൻട്രോപ്പി ഓഫ് ദ ലിക്വിഡും എൻട്രോപ്പി ഓഫ് ദ വേപ്പറുമാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് -12 ആയതുകൊണ്ടാണ് നമ്മൾ -12ലെ ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എൻട്രോപ്പികൾ എടുക്കാൻ കാരണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷൻ ഓഫ് ദ വേപ്പർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, നമുക്ക് കിട്ടിയത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് എന്ന്. രണ്ടാമത്തത് കണ്ടീഷൻ ഓഫ് ദ വേപ്പർ അറ്റ് എൻട്രൻസ് ടു ദ ഇവാപ്പറേറ്റർ, അതായത് പോയിൻ്റ് 4ലെ ഡ്രൈനസ് ഫ്രാക്ഷൻ X4 കാൽക്കുലേറ്റ് ചെയ്യണം, കണ്ടുപിടിക്കണം. ദെൻ COPയും പവർ റിക്വയർമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. S1ലെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1. എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 H1 ഈക്വൽ ടു HF1 പ്ലസ് X1 ഇൻറ്റു HG1 മൈനസ് HF1. ഇതുപോലെ തന്നെ S1ഉം S2ഉം ഈക്വൽ ആണ്, എങ്കിലും S2ലെ എൻട്രോപ്പി കണ്ടുപിടിക്കാം. S2 ഈക്വൽ ടു SG2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു log to the base E T2 ഡിവൈഡ് ബൈ T2 ഡാഷ്. അപ്പോൾ 2ലെ എൻട്രോപ്പി എന്ന് പറയുന്നത് 2 ഡാഷിലെ എൻട്രോപ്പി പ്ലസ് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ln T2 ബൈ T2 ഡാഷ് ആണ്. ഇതുപോലെ എൻതാൽപ്പി അറ്റ് 2 എന്ന് പറഞ്ഞാൽ HG2 ഡാഷ് എൻതാൽപ്പി അറ്റ് 2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. ഇനി എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 3. പോയിൻ്റ് 3ലെ എൻതാൽപ്പി H3 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് 3 ഡാഷിലെ എൻതാൽപ്പി അത് HF3 ഡാഷ് ആണ്, മൈനസ് CP ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു T3 ഡാഷ് മൈനസ് T3. ഓക്കെ, അപ്പോൾ നമുക്ക് H3 കിട്ടും. ഇനി H4 എന്ന് പറയുന്നതും H3 എന്ന് പറയുന്നതും HF3 എന്ന് പറയുന്നതും ഈക്വൽ ആണ്.
അതുപോലെ തന്നെ H4നെ നമുക്ക് ഇങ്ങനെ എഴുതാം HF4 പ്ലസ് X4 ഇൻറ്റു Hg4 മൈനസ് HF4. ഇനി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് QL എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു H1 മൈനസ് H4 അല്ലെങ്കിൽ മാസ് ഇൻറ്റു H1 മൈനസ് H3 എന്ന് എഴുതാം. കാരണം H4ഉം H3യും ഈക്വലാണ്. ദെൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു H2 മൈനസ് H1. COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ, അതായത് H1 മൈനസ് H3 ഡിവൈഡ് ബൈ H2 മൈനസ് H1. ഓക്കെ, അപ്പോൾ H1 മൈനസ് H3 പറയാൻ കാരണം H4ഉം H3യും ഈക്വലാണ്. H4ഉം H3യും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് പാർട്ട് കാണണം, അതായത് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 4. നമുക്കറിയാം H3യും H4ഉം ഈക്വലാണ് അല്ലേ. H4ൽ നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം HF4 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 4 X4 ഇൻറ്റു Hg4 മൈനസ് HF4. ഇതിൽ HF4ൻ്റെ വാല്യൂ നമുക്കറിയാം, Hg4 അറിയാം, അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റർ X4 ആണ്. ഇനി LHS നോക്കുവാണെങ്കിൽ H3 ആണ്. ആ H3 നമുക്ക് ഇങ്ങനെ എഴുതാം HF3 ഡാഷ് മൈനസ് CP ഓഫ് ലിക്വിഡ് ഇൻറ്റു T3 ഡാഷ് മൈനസ് T3. ഇതിൽ T3 ഡാഷും മൈനസ് T3 നമുക്കറിയാം. അതുപോലെ തന്നെ CP ഓഫ് ദി ലിക്വിഡ് അറിയാം, HF3 ഡാഷ് നമുക്കറിയാം. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ആകെ ഒരു ടേം എന്ന് പറയുന്നത് X4 ആണ്. അങ്ങനെ നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 4 കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇനി COP കാൽക്കുലേറ്റ് ചെയ്യണം. COP കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം H4 കാൽക്കുലേറ്റ് ചെയ്യാം, H2 കിട്ടും, H1 വേണം. അതുപോലെ H1 H2 വേണം. H1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? H1 എന്ന് പറഞ്ഞാൽ HF1 പ്ലസ് X1 ഇൻറ്റു Hg1 മൈനസ് HF1. X1 തന്നിട്ടുണ്ട്, ഈ HF1ഉം Hg1ഉം ഒക്കെ നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടി. സോ H1ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം 1382.82 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് നമുക്ക് H1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇനി അപ്പോൾ പോയിൻറ്റ് 1ലെ എൻതാൽപ്പി നമുക്ക് കിട്ടി. ഇനി പോയിൻറ്റ് 2ലെ നമുക്ക് എൻതാൽപ്പി കിട്ടണം. സോ നമുക്കറിയാം പോയിൻറ്റ് 1ലെയും പോയിൻറ്റ് 2ലെയും എൻട്രോപ്പികൾ ഈക്വലാണ്. സോ S1 ഈക്വൽ ടു S2. അതോടൊപ്പം തന്നെ നമുക്ക് S2 ഇങ്ങനെ എഴുതാം Sg2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു ലോഗ് ടു ദ ബേസ് E T2 ഡിവൈഡ് ബൈ T2 ഡാഷ്. ഇതിൽ S1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. Sg2 ഡാഷ് നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടും, CPV നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടും, T2 അൺനോൺ ആണ്, T2 ഡാഷ് നമുക്ക് കണ്ടൻസർ ടെമ്പറേച്ചർ നമുക്കറിയാം. സോ ഔത്തിൽ നമ്മൾ T2 പോയിൻറ്റ് 2ലെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 325.48 കെൽവിൻ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇനി പോയിൻറ്റ് 2ലെ ടെമ്പറേച്ചർ കിട്ടിയാൽ പോയിൻറ്റ് 2ലെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യണം. സോ എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 2 H2 എന്ന് പറഞ്ഞാൽ Hg2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. ഇവിടെ Hg2 ഡാഷ് അറിയാം, CP ഓഫ് ദ വേപ്പർ അറിയാം, T2 കാൽക്കുലേറ്റ് ചെയ്തെടുത്തു, T2 ഡാഷ് അറിയാം. സോ ഔത്തിൽ നിന്ന് നമുക്ക് എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 2 H2 ഈക്വൽ ടു 1563.3 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ദെൻ ഇനി നമുക്ക് എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 3, കാരണം എങ്കിലേ നമുക്ക് എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 4 കിട്ടും. അപ്പോൾ എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 3 H3 ഈക്വൽ ടു HF3 ഡാഷ് മൈനസ് CP ഓഫ് ലിക്വിഡ് ഇൻറ്റു T3 ഡാഷ് മൈനസ് T3. എല്ലാ പാരാമീറ്ററും നമുക്കറിയാം. സോ H3യുടെ വാല്യൂ കിട്ടുന്നു 303.44 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഈ H3 തന്നെയാണ് H4ഉം. സോ COP എന്ന് പറഞ്ഞാൽ H1 മൈനസ് H3 ഡിവൈഡ് ബൈ H2 മൈനസ് H1. എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് എടുത്തു. സോ COPയുടെ വാല്യൂ 5.98 എന്ന് നമുക്ക് കിട്ടുന്നു. ദെൻ പവർ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തത് എത്രയാണ്? QL ഓർ QA, അതിൻ്റെ വാല്യൂ മാസ് ഇൻറ്റു H1 മൈനസ് H4. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു H1 മൈനസ് H3 എന്ന് എഴുതാം. ഇനി നമുക്ക് ആ QL ഓർ QAയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് 22.05. ഇപ്പോൾ LHS നമുക്കറിയാം, RHSൽ ആകെ അൺനോൺ ആയിട്ടുള്ള ടൈം മാസ്സാണ്. കാരണം H1ഉം
H3 നമുക്ക് അറിയാം. അങ്ങനെ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2.043 കിലോഗ്രാം പെർ മിനിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ വർക്ക് ഡൺ കാണണം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു 1 to 2 ആണ് കംപ്രഷൻ പ്രോസസ്സ്. സോ H2 മൈനസ് H1. H2 ഉം H1 അറിയാം. മാസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ 368.72 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് നമുക്ക് വർക്ക് കിട്ടുന്നു. ഈ വർക്കിനെ നമുക്ക് പവർ ആക്കി മാറ്റണം. സോ അതിനുവേണ്ടി നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് 6.15 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. അതിനെ നമ്മൾ 6.15 കിലോ വാട്ട് എന്ന് എഴുതുന്നു. ഇതാണ് പവർ റിക്വയർമെൻറ്റ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എഫക്റ്റ് ഓഫ് സക്ഷൻ പ്രഷർ ആൻഡ് എഫക്റ്റ് ഓഫ് ഡെലിവറി പ്രഷറൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.